സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂലൈ 16 മുതൽ ഈ രാശിക്കാർക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. നിരവധി ഗ്രഹങ്ങൾ കർക്കിടകത്തിലേക്ക് ഈ മാസം മാറുകയാണ്. ഇത് 3 പ്രധാന രാജയോഗങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കുന്നു. ശുക്രാദിത്യ, ബുദ്ധാദിത്യ, ലക്ഷ്മി നാരായണ യോഗം. ബുധൻ ഇതിനകം കർക്കിടകത്തിലാണ്. ശുക്രൻ 2024 ജൂലൈ 7 ശുക്രന്റെയും ബുധന്റെയും കൂടിച്ചേരൽ ലക്ഷ്മി നാരായണ യോഗമായി മാറുന്നു. ഈ രാശിമാറ്റം പ്രത്യേക നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ്. ജ്യോതിഷ വിശ്വാസങ്ങൾ അനുസരിച്ച് ഈ ശുഭകരമായ യോഗങ്ങൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വിജയത്തിലേക്ക് നയിക്കും. ജൂലൈ 16 സൂര്യൻ കർക്കടക രാശിയിൽ പ്രവേശിക്കും. ബുധൻ, ശുക്രൻ എന്നിവയുള്ള ഈ വിന്യാസം 2 അധിക അപൂർവ രാജയോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ സൂര്യന്റെയും ബുധന്റെയും സംയോജനം ബുദ്ധാദിത്യ രാജയോഗവും സൂര്യന്റെയും ശുക്രന്റെയും സംയോഗം ശുക്രാദിത്യ രാജയോഗവും ഉണ്ടാക്കുന്നു. ഈ 3 രാജയോഗങ്ങൾ ജ്യോതിഷത്തിൽ വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. വ്യക്തിപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനും സന്തോഷവും സമൃദ്ധിയും ഒക്കെ നൽകാനും സഹായിക്കുന്നു. കർക്കിടകത്തിലെ ത്രിഗ്രഹി യോഗത്തിനോടൊപ്പം ഈ രാജയോഗങ്ങൾ രൂപപ്പെടുന്ന ചില രാശിക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. എല്ലാ രാശിക്കാരുടെ ജീവിതത്തിലും മാറ്റം ഉണ്ടാകുമെങ്കിലും ചില രാശിക്കാരുടെ ജീവിതത്തിൽ പ്രത്യേക നേട്ടം ഉണ്ടാകും. ഏതൊക്കെ രാശിക്കാരുടെ ജീവിതത്തിലാണ് നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം കർക്കിടക രാശിക്കാർക്ക് ഈ കാലയളവിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അവരുടെ സാമൂഹിക നില മെച്ചപ്പെടുകയും ഇത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള മികച്ച സമയമാക്കി മാറുകയും ബിസിനസ് ലാഭം വർദ്ധിക്കുകയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും കുടുംബത്തിലുള്ള സമാധാനവും ഒക്കെ കൊണ്ടുവരികയും വിവാഹം നോക്കുന്നവർക്ക് വൈകാതെ തന്നെ നല്ലൊരു വിവാഹബന്ധം വരുന്നതുമാണ്. അതുപോലെ തന്നെ ജോലിയിൽ പ്രൊമോഷൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ ഉയർച്ച, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതാണ്. അടുത്ത തുലാം രാശിക്കാർക്കും കർക്കിടകത്തിലെ അപൂർവ 3 രാജയോഗങ്ങൾ ഗുണം ചെയ്യും. കുടുങ്ങിക്കിടക്കുന്ന പണം തിരികെ ലഭിക്കുന്നതിനാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. ആത്മീയ പ്രവർത്തനങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കും. നിയമപരമായ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. മൊത്തത്തില് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വരാൻ പോകുന്നത്. അടുത്ത വൃശ്ചികമാണ്. വൃശ്ചികം രാശിക്കാർക്ക് ശുക്രാദിത്യ ലക്ഷ്മി നാരായണ യോഗത്തിൽ നിന്ന് കാര്യമായ യോഗം നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു രാശിക്കാരാണ്. അതുപോലെ തന്നെ കരിയർ വിജയം ആസന്നമാണ്. പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഉടനടി സാമ്പത്തിക നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. പുതിയ വരുമാന സ്രോതസ്സുകൾ ഉയർന്നു വരുന്നു. ആരോഗ്യ പുരോഗതിക്ക് സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാവിധ അനുകൂല ഫലങ്ങളാണ് ഈ 3 രാശിക്കാർക്കും വരാൻ പോകുന്നത്. തങ്ങൾ ജൂലൈ 16 മുതൽ എന്തൊക്കെയാണോ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്ന പ്രസ്തുത ദുരിതത്തിൽ നിന്നെല്ലാം തന്നെ മോചനവും എല്ലാവിധ അഭിവൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.